നമസ്കാരം. നാളെ കൂർമാവതാര ദിവസവും 3 ശുഭയോഗങ്ങൾ വരുന്ന പുണ്യ ദിനവുമാകുന്നു. കൂടാതെ നാളെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുമാകുന്നു. നാളത്തെ ദിവസത്തിന് അതിനാൽ വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അതിനാൽ നാളെ ചില വിശേഷപ്പെട്ട മന്ത്രങ്ങൾ നാം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ സവിശേഷമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നാളെ ഏതെല്ലാം മന്ത്രങ്ങളാണ് നാം ജപിക്കേണ്ടത്? ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ സമയങ്ങൾ ഓർത്തിരിക്കുക എന്ന കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. നാളെ 12:15 ഉച്ചയ്ക്ക് 12:15 മുതൽ ശുഭമുഹൂർത്തം വന്ന് ചേരുന്നതാകുന്നു. ഈ സമയത്തിന് 15 മണിക്കൂർ മുൻപ് മുതൽ ചില സവിശേഷമായ വാക്കുകൾ, മന്ത്രങ്ങൾ നാം പറയുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഈ വാക്കുകൾ അതിനാൽ 9:15 മുതൽ, അതായത് ഇന്ന് രാത്രി 9:15 മുതൽ പറഞ്ഞു തുടങ്ങുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുൻപ് 11 തവണ ഈ വാക്കുകൾ പറയുക. ശേഷം രാവിലെ നേരത്തെ ഉണർന്നതിന് ശേഷം സാധിക്കുന്ന തവണ, അതായത് സാധിക്കുന്ന അത്രയും തവണ ഈ മന്ത്രം അഥവാ ഈ വാക്കുകൾ നിങ്ങൾ ജപിക്കുക. നാളെ രാത്രി 12 മണിവരെ നിങ്ങൾക്ക് ഈ വാക്കുകൾ, ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ നാളെ മുതൽ ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിച്ചു തുടങ്ങുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ എല്ലാം തന്നെ ഏവർക്കും ജപിക്കുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിൽ ജപിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന് പറയാം. എന്നാൽ അത്തരത്തിൽ ജപിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും വാക്കെങ്കിലും തീർച്ചയായും നിങ്ങൾ ജപിക്കുക. സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നാളെ ജപിക്കേണ്ട അതിവിശേഷപ്പെട്ട മന്ത്രങ്ങളിൽ ഒരു മന്ത്രം ഇപ്രകാരമാകുന്നു: രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ എന്നാകുന്നു. മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ എന്നാകുന്നു. ഈ മന്ത്രം നാളെ ജപിക്കുന്നതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ പാതയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനാൽ തന്നെ ശരിയായ പാതയിലൂടെ നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം നാളെ ഈ മന്ത്രം ജപിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മനോധൈര്യം അല്ലെങ്കിൽ മനോബലം വർദ്ധിക്കുകയും തീർച്ചയായും നിങ്ങൾക്ക് വളരെ ശക്തരായി തീരുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ ഏത് പ്രതിസന്ധിയെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ നാളെ മുതൽ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഏറ്റവും കുറഞ്ഞത് 11 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുക. നാളെ ഈ മന്ത്രം ജപിക്കാതിരിക്കരുത് എന്ന് തന്നെ പറയാം. നാളെ ജപിക്കേണ്ട അതിവിശേഷപ്പെട്ട മറ്റൊരു മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ മന്ത്രം തീർച്ചയായും നാളെ ഏവരും ജപിക്കുക. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ക്ലീം നമോ ഭഗവതേ രാമചന്ദ്രായ സകലജന വശങ്കരായ സ്വാഹ എന്നാകുന്നു. മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം. ഓം ക്ലീം നമോ ഭഗവതേ രാമചന്ദ്രായ സകലജന വശങ്കരായ സ്വാഹ എന്നാകുന്നു. തീർച്ചയായും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. ഈ മന്ത്രം തീർച്ചയായും ഇന്നേ ദിവസം രാത്രി 9:15 മുതൽ ജപിച്ചു തുടങ്ങുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഒരു തവണയെങ്കിലും ഈ മന്ത്രം ഇന്നേ ദിവസം മുതൽ ജപിച്ച് തുടങ്ങുക. മന്ത്രത്തിൻ്റെ, അതായത് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വന്നു ചേരുന്ന സവിശേഷമായ ഫലങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം.
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് വിജയങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സന്തോഷവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യം തന്നെയാകുന്നു. സന്തോഷമുണ്ട് എങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും. ഈ മന്ത്രം നാളെ ജപിക്കുന്നതിലൂടെ പ്രത്യേകിച്ചും സർവ്വ ഐശ്വര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷവും അതേപോലെ തന്നെ വിജയങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ മന്ത്രവും 11 തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതല്ല എങ്കിൽ 9 തവണ, 27 തവണ, 54, 108, 1008 എന്നീ തവണകളുമായി ജപിക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത് 108 തവണയാകുന്നു. അതിനാൽ ഏവരും 108 തവണ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യമാകുന്നു. തീർച്ചയായും ഈ ശുഭകരമായ ഫലങ്ങൾ, അതായത് സന്തോഷവും അതേപോലെ വിജയങ്ങളും സ്വന്തമാക്കുവാൻ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ പറയുന്ന മന്ത്രങ്ങൾ കൂടി ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇന്നു മുതൽ ജപിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു ചേരും. ഏത് കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും, എനിക്ക് വിജയിക്കുവാൻ സാധിക്കും എന്ന ചിന്ത, ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരും. അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മന്ത്രമാണ് ഇത്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരും, സമാധാനപൂർണമായ ജീവിതം കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. അതിനായി ഏവരും ജപിക്കേണ്ട അതിവിശേഷപ്പെട്ട മന്ത്രമാണ് ഇനി പറയുന്നത്. മന്ത്രം ഇപ്രകാരമാണ്: ശ്രീരാമജയം എന്നാകുന്നു. ഏവരും ജപിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ്. ശ്രീരാമജയം എന്ന് നാളെ കഴിയുന്നത്ര തവണ നിങ്ങൾ ജപിക്കുക. 108 തവണയെങ്കിലും ജപിക്കുക. ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. തീർച്ചയായും ഈ മന്ത്രം ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും നാളത്തെ ദിവസം ജപിക്കുവാൻ മറക്കാതിരിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ദുരിതപൂർണമാകുന്ന ഒരു കാര്യം ആ വ്യക്തിയെ നെഗറ്റീവ് എനർജി ബാധിക്കുന്നു എന്ന കാര്യമാകുന്നു. നെഗറ്റീവ് ഊർജം ബാധിക്കുകയും ആ വ്യക്തികൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും. അതിനാൽ കൂടോത്രം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഡിപ്രഷൻ ബാധിച്ച വ്യക്തികൾക്ക് പോലും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഇത്തരം അവസ്ഥകളെ തരണം ചെയ്യുവാൻ അവർക്ക് സാധിക്കും. നിത്യവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം.